നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എറണാകുളത്തെ 4 വയസ്സുകാരി കല്യാണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്തിനാണ് അമ്മ ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്തത് എന്ന ചോദ്യം ശക്തമായിരുന്നു. ആ ചോദ്യത്തിനുള്ള മറുപടി സന്ധ്യ തന്നെ നൽകിയിരിക്കുകയാണ്. ഭർതൃകുടുംബം വിഷമിക്കുന്നത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് താൻ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നാണ് അമ്മ പറയുന്നത്. അമ്മ പോലീസിനോട് ഇത്തരത്തിലാണ് കല്യാണി ഒരു കാരണം, എന്തിന് കൊലപ്പെടുത്തിയെന്ന കാരണമായി പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ഭർത്താവ് സുഭാഷിൻ്റേത് ആൺമക്കൾ കൂടുതലുള്ള കുടുംബമാണ്. കല്യാണിയെ കുടുംബത്തിലെല്ലാവരും സ്നേഹിച്ചത് തനിക്ക് സഹിക്കാൻ സാധിച്ചില്ല. സന്ധ്യയ്ക്ക് അത് ഇഷ്ടമല്ലായിരുന്നു. സുഭാഷിൻ്റെ അമ്മ കുട്ടിയെ കൂടുതൽ ലാളിക്കുന്നതും സന്ധ്യ വിലക്കിയിരുന്നുവെന്നും പോലീസ് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, സുഭാഷ് അറിയാതെ സന്ധ്യയുടെ വീട്ടിൽ നിന്ന് 1 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. തനിക്ക് വേണ്ടിയല്ല ഈ പണം വാങ്ങിയതെന്ന് സുഭാഷ് സന്ധ്യയുടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു. ഈ പണം എന്തിന് ചെലവഴിച്ചു എന്നും കണ്ടെത്താനായില്ല. ഇതും സന്ധ്യയുടെ വൈരാഗ്യം കൂട്ടിയെന്നാണ് നിഗമനം. ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലാണ് സന്ധ്യ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണ് കാരണം? അതൊരു വലിയൊരു ചോദ്യം തന്നെയായിരുന്നു. എന്ത് കാരണത്താലാണ് സ്വന്തം കുഞ്ഞിനെ അമ്മ ഇത്തരത്തിൽ കൊലപ്പെടുത്തിയതെന്ന ചോദ്യം ശക്തമായിരുന്നു. ആ ചോദ്യത്തിനാണ് ഇപ്പോൾ ഏതാണ്ട് മറുപടി ആയിരിക്കുന്നത്. ഭർതൃകുടുംബം വിഷമിക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് ആ കുഞ്ഞിനെ സ്വന്തം അമ്മ അതിക്രൂരമായി കൊലപ്പെടുത്തിയതെന്നാണ് അമ്മ തന്നെ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സന്ധ്യയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട ഉടൻ പോലീസ് കോടതിയെ സമീപിക്കും. സന്ധ്യ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെങ്കിലും പരമാവധി തെളിവുകൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. പ്രതിയുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ചോദ്യം ചെയ്യൽ ഇന്ന് തുടങ്ങും. നിർണായകമായ ചോദ്യം ചെയ്യലുകൾ. കാരണം ഈ പല രീതിയിലുള്ള ഒരു വൈരുദ്ധ്യത, അതായത് ചിലർ പറയുന്നു ഇവർക്ക് മാനസിക പ്രശ്നമുണ്ട്, ചിലർ പറയുന്നു മാനസിക വളർച്ചയില്ല, മറ്റു ചിലർ പറയുന്നു ഒരു പ്രശ്നവുമില്ല എന്ന്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേരെ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുക എന്നൊരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടതായിട്ടുണ്ട്. ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സന്ധ്യയെ ഹാജരാക്കിയിരുന്നു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. എറണാകുളം ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് സന്ധ്യയെ കോടതിയിൽ ഹാജരാക്കിയത്. സന്ധ്യ നിലവിൽ കാക്കനാട് വനിതാ സബ് ജയിലിലാണ്. ഡോക്ടർമാരുടെ വിദഗ്ധ ഉപദേശം കിട്ടിയതിന് ശേഷം പ്രതിയുടെ മാനസിക നില പരിശോധിക്കും. റൂറൽ SP M ഹേമലതയാണ് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. കൊലപാതക കുറ്റം ചുമത്തിയാണ് എന്തായാലും സന്ധ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊലയ്ക്ക് പിന്നിലെ കാരണം അത് തീർച്ചയായിട്ടും ഭർതൃകുടുംബം വിഷമിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്ന സന്ധ്യയുടെ ഒരു വെളിപ്പെടുത്തൽ. തീർച്ചയായിട്ടും അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്ന ചോദ്യവും ഇവിടെ ശക്തമാകുന്നുണ്ട്. എന്തായാലും കുറേ കൂടി ചോദ്യം ചെയ്ത് കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അതേസമയം ഈ സുഭാഷ്, അതായത് കല്യാണിയുടെ പിതാവ്, കഴിഞ്ഞ ദിവസങ്ങളിൽ നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. സന്ധ്യ നേരത്തെയും തൻ്റെ കുഞ്ഞിനെ ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് ഭർത്താവ് സുഭാഷിൻ്റെ വെളിപ്പെടുത്തൽ. 2 മാസം മുൻപ് കുട്ടികളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ സന്ധ്യ അവരുടെ വീട്ടിൽ വച്ച് ആക്രമിച്ചു. സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നമുണ്ടോ എന്നറിയാൻ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു. ഭർത്തൃ വീട്ടിൽ സന്ധ്യയ്ക്ക് പീഡനമെന്ന ആരോപണം തെറ്റാണ്. സന്ധ്യയുടെ വീട്ടിൽ വെച്ച് കുഞ്ഞിന് എന്തോ സംഭവിച്ചു. സന്ധ്യയുടെ അമ്മയും ചേച്ചിയും സംശയമുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ കാര്യങ്ങൾ വ്യക്തമാകും എന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു സുഭാഷ് കഴിഞ്ഞ ദിവസം നടത്തിയത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞതാണ് മരണകാരണമെന്ന് കണ്ടെത്തിയിരുന്നു. സന്ധ്യ കുഞ്ഞിനെ മുൻപും കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും സുഭാഷ് പറഞ്ഞു. അവളുടെ വീട്ടിൽ വെച്ച് ഐസ്ക്രീമിൽ വിഷം കലർത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നെന്ന് അവളുടെ വീട്ടുകാർ തന്നെ മുൻപ് പറഞ്ഞിരുന്നു. കുട്ടിയുടെ തലയ്ക്കും നെഞ്ചിലും അടിച്ചിരുന്നു എന്നതടക്കമുള്ള ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് സുഭാഷ് നടത്തിയിരിക്കുന്നത്. ഭർത്തൃ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം സന്ധ്യയ്ക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടെന്ന് അമ്മ അല്ലി പറയുകയുണ്ടായി. ദേഷ്യം വന്നാൽ കുട്ടിയെ അടിക്കും. പോലീസിനെ വിളിച്ചത് സന്ധ്യയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരാണ്. സന്ധ്യയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അപ്പോൾ നെഞ്ചത്തടിക്കും. വലിയ മാനസിക പ്രശ്നമൊന്നും സന്ധ്യയ്ക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്നും അമ്മ വെളിപ്പെടുത്തുകയുണ്ടായി. അതേസമയം സുഭാഷ് പറയുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി നോക്കാം. കല്യാണിയെ മുൻപ് ഐസ്ക്രീമിൽ വിഷം കലർത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നതായി സന്ധ്യയുടെ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് സുഭാഷിൻ്റെ പ്രതികരണം. ഒരു ദിവസം കുട്ടിയുടെ നെഞ്ചിലടിച്ചതിൻ്റെ വിരൽപ്പാടുകൾ കണ്ടിരുന്നു. അനിയൻ്റെ ഫോണിൽ അതിൻ്റെ ചിത്രമുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് കരുതി തന്നെ കാണിച്ചില്ല. ഞങ്ങളുടെ കേസിൽ മെമ്പറൊക്കെ ഇവിടെ ഇടപെട്ടതാണ്. മെമ്പർക്കൊക്കെ കാര്യങ്ങൾ അറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പോലീസ് പരാതി കൊടുത്തിരുന്നു. എൻ്റെ വാശിപ്പുറത്താണ് മക്കളെ ഞാൻ ഇവിടെ നിർത്തിയത്. നെഞ്ചിലടിച്ചത് കാരണം കല്യാണിക്ക് അമ്മയുടെ കൂടെ പോകാൻ പേടിയായിരുന്നു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് മാറി. സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നമില്ലെന്ന് അമ്മാവൻ സുഗതനും ആവർത്തിച്ച് പറഞ്ഞതാണ്. ഭർത്താവിൻ്റെ വീട്ടിൽ പീഡനവും മർദ്ദനവും നേരിട്ടതായി സന്ധ്യ അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്നും സുഗതൻ വെളിപ്പെടുത്തുകയുണ്ടായി. മാത്രമല്ല,
ഈ സംഭവിച്ചതിനെക്കുറിച്ചും കല്യാണിയുടെ അച്ഛൻ വിശദീകരിക്കുന്ന സാഹചര്യമുണ്ടായി. രാവിലെ തനിക്ക് ചായയൊക്കെ വെച്ച് തന്ന ശേഷമാണ് അവൾ ഈ ക്രൂരകൃത്യം ചെയ്തത്. രാവിലെയൊന്നും സന്ധ്യയ്ക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. കൊച്ചിന് അങ്കണവാടിയിൽ പോവാൻ ഇനി ഒരാഴ്ച കൂടിയുള്ളൂ, അത് കഴിഞ്ഞാൽ സ്കൂളിൽ പോകണമെന്നൊക്കെ പറഞ്ഞതായിരുന്നു. കല്യാണി രാവിലെ അങ്കണവാടിയിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു. താനാണ് പോവാൻ നിർബന്ധിച്ചത്. തുടർന്ന് അച്ഛൻ എന്നെ കൊണ്ടുപോകുമോ എന്ന് അവൾ ചോദിച്ചിരുന്നു. തനിക്ക് അത്യാവശ്യമായി പുറത്തു പോകാനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പോയി. താഴെയുള്ള കൊച്ചിൻ്റെ കൂടെ വിടാമെന്നാണ് സന്ധ്യ പറഞ്ഞിരുന്നത്. പിന്നീട് ഏകദേശം 11 മണിയായപ്പോൾ കുക്കറിൻ്റെ വാഷർ പോയെന്ന് പറഞ്ഞ് സന്ധ്യയുടെ കോൾ വന്നു. ഞാൻ വരാൻ വൈകുമെന്ന് അവളെ അറിയിച്ചു. 3:30 കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അവളില്ല. സാധനം വാങ്ങാൻ പോയതായിരിക്കുമെന്നാണ് കരുതിയത്. 3:15 കുട്ടിയെ തേടി അമ്മ അങ്കണവാടിയിൽ ചെന്നിരുന്നെന്നും 3:30 ആയപ്പോൾ കുട്ടിയെ വിട്ടെന്നും ടീച്ചറെ വിളിച്ചപ്പോൾ പറഞ്ഞു. തുടർന്ന് 5:30 ആയിട്ടും കാണാതിരുന്നപ്പോൾ അവളുടെ വീട്ടിലേക്ക് വിളിച്ച് തിരക്കി. അവിടെയും ചെന്നിട്ടില്ലെന്ന് പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെയും വിളിച്ചെങ്കിലും അവിടെയും എത്തിയില്ല. ഇതോടെ താൻ അവരോട് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവർ തന്നെ വനിതാ സെല്ലിൽ കേസ് കൊടുത്തു. അവൾക്ക് സുഖമില്ലാത്ത കാര്യം അവർക്ക് തന്നെ അറിയാം. കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ നിന്ന് കേസിൻ്റെ വിവരം ആരായാൻ വിളിച്ചപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് ഈ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും നടക്കുന്ന വെളിപ്പെടുത്തലുകളാണ് കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരും നടത്തുന്നത്. അതായത് ഞാൻ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ അവൾ പുറത്തു പോകുമായിരുന്നില്ല. ഇവിടെ ആളില്ലാത്ത സമയം നോക്കിയാണ് അവൾ വിളിച്ചത്. കുക്കറിൻ്റെ വാഷറിനൊരു കുഴപ്പവും ഇല്ലായിരുന്നില്ല. അത് പൊട്ടിച്ച് കളഞ്ഞ് താൻ വരുമോ ഇല്ലയോ എന്ന് ഉറപ്പാക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു എന്നതടക്കമുള്ള ഒരു പ്ലാനിങ്, ഒരു ആസൂത്രണം ഈ സന്ധ്യയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തീർച്ചയായിട്ടും കരുതി കൂട്ടി തന്നെയാണ് സന്ധ്യ എല്ലാം പ്ലാൻ ചെയ്ത് നടത്തിയ കൊലപാതകം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസും അത് തന്നെയാണ് പറയുന്നത്. പ്രതി കുട്ടിയെ കൊലപ്പെടുത്തിയത് ആസൂത്രിതമായി എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കല്യാണിയുമായി അമ്മ സന്ധ്യ ആലുവ മണപ്പുറത്തെത്തി. സംശയം തോന്നിയ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ചോദ്യം ചെയ്തു. ഇതോടെ അവിടെ നിന്നും കടന്നു കളഞ്ഞു. ഇത് സംബന്ധിച്ച് ആലുവ മണപ്പുറത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇവിടെ നിന്നും ഈ ആലുവ മണപ്പുറത്ത് നിന്നും കടന്നു കളഞ്ഞാണ് മൂഴിക്കുളത്തെത്തി സന്ധ്യ കുട്ടിയെ പാലത്തിൽ നിന്ന് എറിഞ്ഞ് കൊലപ്പെടുത്തിയത്. ഒരു പക്ഷേ ആലുവ മണപ്പുറത്ത് വെച്ച് അവിടെ കുട്ടി ഉപേക്ഷിക്കുക അല്ലെങ്കിൽ അവിടെ നിന്ന് കുട്ടിയെ അപായപ്പെടുത്തുകയായിരുന്നിരിക്കാം സന്ധ്യയുടെ ലക്ഷ്യം. പക്ഷേ ഈ ഓട്ടോ ഡ്രൈവർമാർ ചോദ്യം ചെയ്തു. അവരൊന്ന് എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു. സംശയാസ്പദമായ രീതിയിലായിരുന്നു സന്ധ്യ അവിടെ നിന്നത്. അപ്പോൾ ഓട്ടോ ഡ്രൈവർമാർ വന്ന് എന്ത് നിൽക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ കുട്ടിയുമായി മറ്റൊരു ഓട്ടോറിക്ഷയിൽ കയറി അവിടെ നിന്ന് കടന്നു കളയുകയാണ് ചെയ്തത്. അപ്പോൾ സന്ധ്യയുടെ അവിടുത്തെ പ്ലാൻ, അതായത് ആലുവ മണപ്പുറത്ത് കൊണ്ടുവന്ന് കുട്ടിയെ അപായപ്പെടുത്താനുള്ള പ്ലാൻ ഉണ്ടായിരുന്നിരിക്കാം. ആ പ്ലാൻ തകർന്നതായിരിക്കാം. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് സന്ധ്യയുടെ അടുത്ത ബന്ധുക്കളെ ഉടൻ ചോദ്യം ചെയ്യും. ചൊവ്വാഴ്ചയാണ് അമ്മ സന്ധ്യയെ റിമാൻഡ് ചെയ്ത് കാക്കനാട് വനിതാ ജയിലിലേക്ക് മാറ്റിയത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മുൻപ് പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്ന പരാതികൾ, അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ അന്വേഷണം ഉണ്ടാകും. ഇപ്പോൾ എന്തായാലും നടക്കുന്ന ഓരോരോ വിവരങ്ങളാണ്. ഒരു അമ്മ സ്വന്തം കുഞ്ഞിനെ സ്വന്തം ഭർത്താവിൻ്റെ കുടുംബം വിഷമിക്കണം എന്ന ഉദ്ദേശത്തോടെ കൊലപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അതിനാണ് താൻ കൊലപ്പെടുത്തിയത്, ചില വൈരാഗ്യങ്ങൾ ഉണ്ടായിരുന്നു, ആ വൈരാഗ്യത്തിൻ്റെ പുറത്ത് കുട്ടിയെ കൊലപ്പെടുത്തി എന്ന് പറയുന്ന അമ്മയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ അത് അക്ഷരാർത്ഥത്തിൽ ഒന്നടങ്കം നടക്കിയിരിക്കുകയാണ്. എത്രയോ പേർ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ക്രൂരത സ്വന്തം കുഞ്ഞിനോട് ഈ അമ്മ ചെയ്തിരിക്കുന്നത്. തീർത്തും പൊറുക്കാനാകാത്ത, അംഗീകരിച്ചു കൊടുക്കാനാകാത്ത, മാപ്പില്ലാത്ത ഒരു കുറ്റം തന്നെയാണ് സന്ധ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.